Hi everyone, I'm Alan here. So, നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അബൌട്ട് ദ ACCA's റിമോട്ട് എക്സാം അല്ലേ? സോ എല്ലാവരും കൺസേൺഡ് ആണ് എങ്ങനെയാണ് റിമോട്ട് എക്സാം, എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. എസ്പെഷ്യലി ഏറ്റവും കൂടുതൽ ഡൗട്ട്സ് ചോദിക്കാറുള്ളത് ഡെഫിനറ്റ്ലി എന്നോട് ചോദിക്കാറുള്ളത് ഇറ്റ്സ് അബൌട്ട് ദ പേപ്പർ ഡബിൾ എ ആൻഡ് ട്രിപ്പിൾ എ. സോ ഡബിൾ എയുടെ സ്റ്റുഡൻസിനോട് എല്ലാവരോടും ഞാൻ പറഞ്ഞു, ആൻഡ് എസ്പെഷ്യലി ടു സ്റ്റുഡൻസ് ഓഫ് F5 to F9 പേപ്പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സ്കിൽസ് ലെവൽ പേപ്പറിലുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ച് എക്സാമിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. കാരണം നിങ്ങൾ ഇത്രയും നാളും എങ്ങനെയായിരുന്നു CBE എക്സാംസ് ഓരോ സെന്റേഴ്സിൽ പോയി എഴുതിക്കൊണ്ടിരുന്നത്, അതിന് പകരം നിങ്ങൾ വീട്ടിലിരുന്നിട്ട് നിങ്ങളുടെ എക്സാംസ് എഴുതുന്നു. ദാറ്റ് ഈസ് ദ ഓൺലി വൺ ആൻഡ് ഓൺലി ചേഞ്ച് ഓഫ് ദേ. However, when it comes to the paper AAA and specifically for the professional level papers, നിങ്ങളെ സംബന്ധിച്ച് കുറച്ച് മാറ്റങ്ങളുണ്ട്. കാരണം ഇത്രയും നാളും നമ്മൾ പേപ്പർ ബേസ്ഡ് ആയിട്ട് മാത്രമായിരുന്നു എക്സാം എഴുതിക്കൊണ്ടിരുന്നത്. അവിടെ നിന്നും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയ വ്യത്യാസം വന്നു. എഗെയിൻ അവിടെ നിന്ന് നമ്മുടെ റിമോട്ട് എക്സാംസ് പറയുമ്പോഴത്തേനും വീണ്ടും കുറേ വ്യത്യാസങ്ങളുണ്ട്. സോ AAA പേപ്പർ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരാൻ പോകുന്നതെന്നുള്ള കാര്യമാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോവുക. വെൽ, എന്തൊക്കെ ചേഞ്ചസ് ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നതിന് മുമ്പ് ആദ്യമേ എന്താണ് കറന്റ് എക്സാം പാറ്റേൺ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം ഐ ബിലീവ് എല്ലാവരും ഓൾറെഡി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവില്ല. സോ തുടങ്ങിയവർക്കറിയാം എങ്ങനെയാണ് പേപ്പേഴ്സ് റിപ്ലൈ എന്നുള്ള കാര്യം. ഹൗവർ ഇനിയും സ്റ്റാർട്ട് ചെയ്യാത്തവർക്ക് ഇനിയും സ്റ്റാർട്ട് ചെയ്യാൻ ഡെഫിനറ്റ്ലി ടൈം ഉണ്ട്, ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ടൈം ഉണ്ട്. സോ നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പറയാൻ പോകുന്നത് എങ്ങനെയാണ് കറന്റ് പേപ്പർ ഓഫ് AAA എന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കാം. Alright guys, so we know the fact that basically 3 questions ആണ് പേപ്പേഴ്സ് AAAക്കകത്ത് ഉള്ളത്. ഒരു 50 മാർക്ക് ക്വസ്റ്റനും 2 25 മാർക്ക് ക്വസ്റ്റനും. ആൻഡ് ദിസ് ഇസ് സ്പെഷ്യാലിറ്റി ഫോർ ദ 50 മാർക്ക് ക്വസ്റ്റൻ. ഈ 50 മാർക്ക് ക്വസ്റ്റൻ എന്ന് പറയുന്ന ഒരു ഡിഫൈൻഡ് ഏരിയ ആണ്. എന്താണെങ്കിലും സ്പെസിഫിക്കലി ഒരു ഏരിയക്കകത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ടോപ്പിക്കിനകത്ത് ക്വസ്റ്റൻസ് വരുള്ളൂ. ആൻഡ് മെയിൻലി ഫ്രം ദ ഏരിയ ഓഫ് റിസ്ക്. അത് ഓഡിറ്റ് റിസ്ക് ആവാം, ബിസിനസ് റിസ്ക് ആവാം, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ആവാം. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ബിസിനസ് റിസ്ക് ആൻഡ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്. സോ ഇതായിരിക്കും 50 മാർക്സിന്റെ ക്വസ്റ്റൻ ആയിട്ട് വരുന്നുണ്ടാവുക. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് ഗോ ടു ദ 50 മാർക്ക് ക്വസ്റ്റൻ. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സെപ്റ്റംബർ 2019 തൊട്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ള സ്പെസിമെൻ പേപ്പർ ആണ്. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് തന്നെ ഫസ്റ്റ് ക്വസ്റ്റൻ 50 മാർക്ക് ക്വസ്റ്റൻ. ഔട്ട് ഓഫ് ദാറ്റ് ഈ ക്വസ്റ്റന് 46 മാർക്കാണ് ക്വസ്റ്റന് വേണ്ടിയിട്ടുള്ളത് ആൻഡ് 4 മാർക്ക് ഈസ് ദ പ്രൊഫഷണൽ മാർക്ക്. ഓൾറൈറ്റ്, സോ ഇവിടെ നിങ്ങളോട് റിക്വയർമെന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഇത്ര മാത്രമാണ്: റെസ്പോണ്ട് ടു ദി ഇൻസ്ട്രക്ഷൻസ് ഇൻ ദി ഇമെയിൽ ഫ്രം ദ ഓഡിറ്റ് പാർട്ണർ. ഓഡിറ്റ് പാർട്ണറിന്റെ ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണോ ഇമെയിലിനകത്ത് തന്നേക്കുന്നത് അതിനോട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. അതാണ് നിങ്ങളുടെ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഷോർട്ട് സമ്മറി തന്നിട്ടുണ്ട് അബൌട്ട് ദ കമ്പനി. സോ നിങ്ങൾ ഓഡിറ്റ് ചെയ്യാൻ പോകുന്നത് ആദംസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ലിസ്റ്റഡ് എൻറ്റിറ്റീനെയാണ്. അപ്പോൾ അവരുടെ ഇയർ ബിഗിനിങ്ങും അതുപോലെ തന്നെ ഇത് നമ്മുടെ ഫസ്റ്റ് ഇയർ ഓഡിറ്റ് ആണോ അതുപോലുള്ള എല്ലാ ഡീറ്റെയിൽസും തന്നു. ദെൻ നമ്മളോട് ഫസ്റ്റ് സെറ്റ് ഓഫ് റിക്വയർമെന്റ്സ് ആണ് നമുക്ക് തന്നേക്കുന്നത്. നമ്മളോട് പറയാണ് പാർട്ട്ണറിന് ഇമെയിലിനകത്ത് മൊത്തം 4 റിക്വയർമെന്റ് ആണ് ഇൻ ടോട്ടൽ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്തൊക്കെയാണ് ഓഡിറ്റ് റിസ്ക് എന്നുള്ള കാര്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഓഡിറ്റ് റിസ്ക് ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സും കൂടി ചെയ്യണം. അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നത്തിങ് ബട്ട് ദ കമ്പാരിസൺ. കറന്റ് ഇയർ റേഷ്യോസും പ്രീവിയസ് ഇയർ റേഷ്യോസും ഒക്കെ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുന്നതിനെയാണ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയുക. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, യു ക്യാൻ വാച്ച് ദാറ്റ് വൺ ടു ഗെറ്റ് മോർ ഐഡിയ അബൌട്ട് ദ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയാണ് അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണ്? ഇവിടെ ഒരു ക്ലാപ്റ്റൺ ആൻഡ് കമ്പനി എന്ന് പറയുന്ന ഓഡിറ്റ് എൻറ്റിറ്റിയുടെ വർക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് എ കോമ്പണന്റ് ഓഡിറ്റ്. അപ്പോൾ കോമ്പണന്റ് ഓഡിറ്റിന്റെ വർക്ക് യൂസ് ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് അയാളുടെ വർക്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പ് എന്നുള്ള ഫാക്ടേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യണം. നെക്സ്റ്റ്, സിൻസ് ഇറ്റ്സ് ആൻ ഓഡിറ്റ് പേപ്പർ, ഡെഫിനറ്റ്ലി ദേ വിൽ ബി ക്വസ്റ്റൻസ് ഫ്രം ദ ഏരിയ ഓഫ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ഓർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്നുള്ള ക്വസ്റ്റൻ ആണ് നെക്സ്റ്റ് 10 മാർക്സിന് ചോദിച്ചേക്കുന്നത് ഓഡിറ്റ് പ്രൊസീജിയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ. And finally, we have also got a question on the ethics part. Okay, professional and ethical issues are related ചെയ്തിട്ട് ഒരു ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട്. സോ ഇത്രയാണ് 46 മാർക്സിന്റെ ക്വസ്റ്റൻ എന്ന് പറയാം. ബിക്കോസ് 4 മാർക്ക് ഈസ് എ പ്രൊഫഷണൽ മാർക്ക്. ആൻഡ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ബേസിക്കലി 50 മാർക്സിന്റെ ക്വസ്റ്റൻ എല്ലാം നമ്മൾ എന്തായിട്ടായിരിക്കണം എഴുതുക? ഒരു ബ്രീഫിംഗ് നോട്ടിന്റെ ഫോമാറ്റ് വേണം എഴുതാൻ. അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത് വി നീഡ് ടു പ്രിപ്പയർ എ ബ്രീഫിംഗ് നോട്ട്. ഇനി ആർക്കെങ്കിലും ബ്രീഫിംഗ് നോട്ട് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ എന്താണെന്ന് പറയാം. ബ്രീഫിംഗ് നോട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓൾമോസ്റ്റ് ലൈക്ക് എ ലെറ്റർ വിച്ച് ഈസ് പ്രൊവൈഡഡ് ബൈ ആൻ ഓഡിറ്റ് മാനേജർ ടു ദ പാർട്ണർ. നമ്മളാണ് ഇവിടെ ഓഡിറ്റ് മാനേജർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ അകത്ത് ടൂവും ഫ്രമും പറഞ്ഞിട്ടുണ്ടാവും. ദെൻ എന്താണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ എന്നുള്ള കാര്യം ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും, വിച്ച് ഇസ് നത്തിങ് ബട്ട് ദ റിക്വയർമെന്റ്സ് ഓഫ് ദി ക്വസ്റ്റൻ. ആൻഡ് ഫൈനലി ഓൺ ദ ബേസിസ് ഓഫ് അവർ ആൻസർ വി വിൽ ഓൾസോ റീച്ച് എ കൺക്ലൂഷൻ. ആൻഡ് ആ കൺക്ലൂഷനും ലാസ്റ്റ് എഴുതിയിട്ടുണ്ടാവും. ഇതാണ് ഒരു ബ്രീഫിംഗ് നോട്ടിന്റെ ഫോമാറ്റ് എന്ന് പറയുക. അപ്പം ബ്രീഫിംഗ് നോട്ടായിട്ടായിരിക്കും നമ്മൾ ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക.
സോ ഇത്രയാണ് റിക്വയർമെൻ്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത്. സോ ഈ റിക്വയർമെൻ്റ് ഒക്കെ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഹാവ് എ സിനാരിയോ. അപ്പോൾ ഈ സിനാരിയോസ് ആയിരിക്കും ഇനി അങ്ങോട്ട് തന്നിട്ടുണ്ടാവുക. ഓരോ എക്സിബിറ്റുമായിട്ടും ഇങ്ങനത്തെ സിനാരിയോസ് ആയിട്ടും തന്നിട്ടുണ്ടാവുക. ഫസ്റ്റ് വൺ, ആദംസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് സ്ട്രക്ചർ നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നു. ആൻഡ് ഇതിന് ശേഷം ഇനി എക്സിബിറ്റ് നമ്പർ 3 നമുക്ക് ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് തന്നു. എസ്പെഷ്യലി കമ്പനീസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, ഇത് രണ്ട് തന്നു. ആൻഡ് ഫൈനലി നമുക്ക് എന്ത് തരുവാണ്, അഡീഷണലി ഒരു ഓഡിറ്റ് കമ്മിറ്റിയുടെ ഡിസ്കഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നോട്ട്സും കൂടെ നമുക്ക് തരുവാണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നോർമലി നമ്മൾ എത്തിക്സിന്റെ പാർട്ടൊക്കെ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സിനാരിയോ ആയിട്ട് തന്നിട്ടുള്ളത്. ആൻഡ് ഐ ഹോപ്പ് യു നോ ദ പേർപ്പസ് ഓഫ് ദീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. കാരണം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സും കൂടി ചെയ്യണം, വിച്ച് ഇസ് നത്തിങ് ബട്ട് ദ കമ്പാരിസൺ ബിറ്റ്വീൻ ദ കറന്റ് ഇയർ ആൻഡ് പ്രീവിയസ് ഇയർ. ഓർമ്മയുണ്ടല്ലോ നമ്മൾ ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ ചെയ്തുകൊണ്ടിരുന്നത് കറന്റ് ഇയറിലെയും പ്രീവിയസ് ഇയറിലെയും റേഷ്യോസ് നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം, എന്നിട്ട് കമ്പാരിസൺ നടത്തുക. സേ ഫോർ എക്സാമ്പിൾ ഇൻവെന്ററി ഡേയ്സ് കറന്റ് ഇയറിലെയും പ്രീവിയസ് ഇയറിലെയും കാൽക്കുലേറ്റ് ചെയ്യുന്നു. പ്രീവിയസ് ഇയറിനെക്കാളും കറന്റ് ഇയർ ഇൻവെന്ററി ഡേയ്സ് കൂടി കഴിഞ്ഞാൽ നമ്മൾ പറയും ചാൻസസ് ഓഫ് ഹാവിംഗ് സ്ലോ മൂവിംഗ് ഓർ ഒബ്സലസെന്റ് ഇൻവെന്ററി. ദെൻ അതുപോലെ തന്നെ റിസീവ്സ് ഡേയ്സ് പ്രീവിയസ് ഇയറിനേക്കാൾ ഈ വർഷം കൂടി നമ്മൾ പറയും ദേ ക്യാൻ ബി ചാൻസസ് ഓഫ് ഹാവിംഗ് ബാഡ് ഓർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇഷ്ടം പോലെ പോയിന്റ്സ് കാണാം. സേ ഫോർ എക്സാമ്പിൾ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് പ്രീവിയസ് ഇയറിലും കറന്റ് ഇയറിലും സെയിം ആണ്. വാട്ട് വിൽ ഹാപ്പൻ? ദേ ക്യാൻ ബി ചാൻസസ് ദാറ്റ് കമ്പനി ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അഡീഷൻസ് അല്ലെങ്കിൽ ഡിഡക്ഷൻസ് പ്രോപ്പർലി കാണിച്ചിട്ടുണ്ടാവില്ല, ഇംപെയ്മെന്റ് ഫോർ ദ അസറ്റ്സ് കൊടുത്തിട്ടുണ്ടാവില്ല. ഓൾ ആർ പോസിബിലിറ്റീസ്. ഇതൊക്കെ പറഞ്ഞൂടെ? ഫൈൻ. അതുപോലെ തന്നെ നമുക്ക് പറയാം ബ്രാൻഡ് നെയിം നോക്ക്, കറന്റ് ഇയറിലും പ്രീവിയസ് ഇയറിലും 8,000 ആണ്. ബ്രാൻഡ് നെയിം അവരൊന്നെങ്കിൽ എന്ത് ചെയ്യുക, അമോർട്ടൈസ് ചെയ്തിട്ടുണ്ടാവില്ല ഇഫ് ഇറ്റ് ഇസ് ഹാവിംഗ് എ ഫൈനൈറ്റ് യൂസ്ഫുൾ ലൈഫ്. അതുപോലെ തന്നെ ബ്രാൻഡ് നെയിമിന് ഇംപെയ്മെന്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അത് കൊടുത്തിട്ടുണ്ടാവില്ല. ഇതൊക്കെ പറഞ്ഞൂടെ? ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ആയിട്ട് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഡാറ്റ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മുടെ 50 മാർക്ക് ക്വസ്റ്റിനകത്ത് ഉണ്ടാവുക. സോ വി വിൽ ഹാവ് 4 or 5 റിക്വയർമെന്റ്സ്. ഇൻ അഡീഷൻ ദാറ്റ് ഒരു പ്രൈമറി റിക്വയർമെന്റും അതിന് പുറമെ 4 or 5 റിക്വയർമെന്റ്സ് ഉണ്ടാവും ക്വസ്റ്റിനകത്ത് തന്നെ. അത് കൂടാതെ നമുക്ക് കുറേ സിനാരിയോസും കിട്ടും. സോ ഇവിടെ ഇൻ ടോട്ടൽ 4 എക്സിബിറ്റ് ആയിട്ടാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയായിട്ടായിരിക്കും നമുക്ക് 50 മാർക്സിന്റെ ക്വസ്റ്റൻസ് വരിക. ഇനി ഇതിന് പുറമെ എന്തുണ്ടാവും, 2 25 മാർക്സിന്റെ ക്വസ്റ്റൻസും കൂടി ഉണ്ടാവും. ആ 25 മാർക്സിന്റെ ഫസ്റ്റ് ക്വസ്റ്റൻ നമുക്ക് നോക്കാം. ബേസിക്കലി 25 മാർക്സ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ക്വസ്റ്റൻ ആയിരിക്കില്ല, മൾട്ടിപ്പിൾ ക്വസ്റ്റൻസ് ആയിട്ട് സ്പ്ലിറ്റ് അല്ലെങ്കിൽ ബ്രേക്കപ്പ് ചെയ്തിട്ടുണ്ടാവും. ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഉണ്ടാവാറുള്ള പോലെ തന്നെ ക്വാളിറ്റി കൺട്രോൾ ആൻഡ് പ്രൊഫഷണൽ ഇഷ്യൂസ് ആണ്. അതായത് എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഇഷ്യൂസും ക്വാളിറ്റി ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയണം. എത്തിക്കൽ ഇഷ്യൂസ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ത്രെട്ടുകൾ നമ്മുടെ സെൽഫ് ഇൻട്രസ്റ്റ്, സെൽഫ് റിവ്യൂ, അഡ്വക്കസി, ഫെമിലിയാരിറ്റി, ഇന്റിമിഡേഷൻ, ഇതുപോലത്തെ ത്രെട്ടുകളൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയണം. പ്രൊഫഷണൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ, അതായത് നമ്മൾ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ കോമ്പീറ്റന്റ് ആയിട്ട് ആക്ട് ചെയ്തിരുന്നിട്ടുണ്ടോ, അങ്ങനത്തെ ഇഷ്യൂസ് പറയണം. ക്വാളിറ്റി കൺട്രോൾ പ്രോബ്ലംസ് ലൈക്ക് എന്താ പറയുക, ക്വാളിറ്റി കൺട്രോൾ ഇഷ്യൂസ് ലൈക്ക് ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് റിവ്യൂസ് നമ്മൾ നടത്തുന്നില്ല, ആരാണ് റിവ്യൂ നടത്തുന്നത് അവർ റിവ്യൂ നടത്തുന്നില്ല, അതുപോലത്തെ ക്വാളിറ്റി കൺട്രോൾ ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. ഇതിന് പുറമെ വി ഹാവ് ഗോട്ട് അനദർ ക്വസ്റ്റ്യൻ ഫ്രം പാർട്ട് ബി. അവിടെ എന്താ പറഞ്ഞേക്കുന്നത്, നമ്മുടെ റിക്വയർമെന്റ് പറയാണ് നമ്മൾ എന്തൊക്കെ മാറ്റേഴ്സ് ആണ് മാനേജ്മെന്റുമായിട്ട് അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളോട് ചോദിക്കുകയാണ് ഇൻ കേസ് നമ്മൾ ഈ മാനേജ്മെന്റ് അടുത്ത് ഈ പറഞ്ഞേക്കുന്ന മേലെ പറഞ്ഞേക്കുന്ന അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെന്റ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ബട്ട് അവർ ആക്ഷൻ എടുക്കാൻ വില്ലിങ് ആവുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓഡിറ്റേഴ്സ് ഒപ്പീനിയന്റെ മേലെയും ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന് മേലെയും കൊടുക്കേണ്ട ഇമ്പാക്ട് എന്താണ്, അല്ലെങ്കിൽ വരുത്തേണ്ട ഇമ്പാക്ട് എന്താണ് എന്നുള്ള കാര്യം കൂടി ആൻസർ ആയിട്ട് നമ്മളോട് പറയാണ്. ഓർമ്മയുണ്ടല്ലോ, ഒരു പർട്ടിക്കുലർ മിസ്റ്റേറ്റ്മെന്റ് മെറ്റീരിയൽ ആണോ നോക്കണം, പെർവേസീവ് ആണോ നോക്കണം. മെറ്റീരിയൽ ആണെങ്കിൽ ഇൻ ഒപ്പീനിയൻ, മെറ്റീരിയൽ ആൻഡ് പെർവേസീവ് ആണെന്നുണ്ടെങ്കിൽ ഇൻ ഒപ്പീനിയൻ. ഓക്കെ, ബേസിസ് ഓഫ് ഒപ്പീനിയൻ കൊടുക്കണം. ഓക്കെ, ഇതെല്ലാം പറഞ്ഞ് നമ്മൾ ആൻസർ എഴുതും. ഇതിനെക്കുറിച്ചൊന്നും ഒരുപാട് പറയുന്നില്ല, കറണ്ട് എക്സാം എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് പറഞ്ഞു തരുന്നത്. ആൻഡ് വി ഹവ് ഗോട്ട് അനദർ ക്വസ്റ്റൻ ഫ്രം പാർട്ട് 3, അതായത് തേർഡ് ക്വസ്റ്റൻ ആയിട്ട് ഉണ്ടാവും. തേർഡ് ക്വസ്റ്റനും നമുക്ക് എന്തുണ്ടാവും, മൾട്ടിപ്പിൾ ബ്രേക്കപ്പ് ഉണ്ടാവും 25 മാർക്സിന്റെ. ഫസ്റ്റ് ഒരു 8 മാർക്സിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുകയാണ് ഡിസ്കസ് ദ ചേഞ്ചസ് മെയ്ഡ് ടു കോഡ് ഇൻ റിലേഷൻ ടു നോൺ അഷുറൻസ് സർവീസസ്, ഇവാലുവേറ്റ് ദ ആർഗ്യുമെന്റ്സ് ഫോർ ആൻഡ് എഗൈൻസ്റ്റ് പ്രൊവൈഡിംഗ് നോൺ അഷുറൻസ് സർവീസസ് ടു ഓഡിറ്റ് ക്ലയന്റ്. ഒരു ഓഡിറ്റ് ക്ലയന്റിന് നോൺ അഷുറൻസ് സർവീസസ് റിലേറ്റഡ് സർവീസസ് എന്തെങ്കിലും കൊടുക്കുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഫോർ ആൻഡ് എഗൈൻസ്റ്റ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളതെന്നാണ് ചോദിച്ചേക്കുന്നത് 8 മാർക്സിന്. ഓൾമോസ്റ്റ് ലൈക്ക് എ തിയറി ക്വസ്റ്റൻ. പാർട്ട് ബി എന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു സിനാരിയോ തന്നിട്ടുണ്ട്. ഓൺ ദി ബേസിസ് ഓഫ് ദ സിനാരിയോ ഫസ്റ്റ് ക്വസ്റ്റൻ ചോദിക്കുകയാണ് എക്സ്പ്ലെയിൻ ദ മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ബൈ ഹണ്ട് ആൻഡ് കമ്പനി ബിഫോർ അക്സെപ്റ്റിംഗ് എൻഗേജ്മെന്റ് ടു റിവ്യൂ ആൻഡ് റിപ്പോർട്ട് ഓൺ വോട്ടേഴ്സ് കമ്പനീസ് പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. വോട്ടേഴ്സ് കമ്പനിയുടെ PFI എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യേണ്ടത്? ഓർമ്മയുണ്ടോ? PFI എൻഗേജ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം അസംഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. ദെൻ അതുപോലെ തന്നെ ഫോർകാസ്റ്റിന്റെ ബേസിസിലാണോ പ്രൊജക്ഷന്റെ ബേസിസിലുള്ള ഇൻഫർമേഷൻ ആണോ നോക്കണം. Then we need to consider whether we have got adequate amount of competence to perform this work. Then time period covered നമ്മൾ കൺസിഡർ ചെയ്യണം. ഇങ്ങനെ കുറെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയേണ്ടത്. സെക്കൻഡ് വൺ, എന്തൊക്കെയാണ് എക്സാമിനേഷൻ പ്രൊസീജിയേഴ്സ് ഓഫ് PFI. PFIയുടെ എക്സാമിനേഷൻ പ്രൊസീജിയേഴ്സിനൊക്കെ ഞാൻ ഓൾറെഡി നോട്ട് തന്നിട്ടുള്ളതാണ്.
സോ സെയിം നോട്ട് തന്നെ നോക്കുക. ആൻഡ് ഫൈനലി PFIയുടെ റിപ്പോർട്ടിംഗ് കണ്ടന്റ് എന്തൊക്കെയാണ്? സോ 4 മാർക്ക് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. PFIയുടെ റിപ്പോർട്ടിംഗ് കണ്ടന്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് എന്ത് ലെവൽ ഓഫ് അഷുറൻസ് ആണ് കൊടുക്കുന്നത്? ബേസിക്കലി PFIക്ക് എന്ത് അഷുറൻസ് കൊടുക്കുന്നത്? നെഗറ്റീവ് അഷുറൻസ്. അതിനുള്ളതാണ് റീസൺ എന്നുള്ള കാര്യം കൂടി പറയാം. ഓക്കെ, സിൻസ് ദീസ് ആർ ബേസ്ഡ് ഓൺ പ്യൂർലി ഓൺ അസംപ്ഷൻസ്. ഓൾറൈറ്റ് ഗൈസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ AAAയുടെ എക്സാമിന് യൂഷ്വലി ടെസ്റ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൻ്റെ അകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നുള്ള കാര്യം നോക്കാം. സോ നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ വെരി ഫസ്റ്റ് പേജ്, നമ്മുടെ ഇൻസ്ട്രക്ഷൻ പേജ് എല്ലാം കഴിഞ്ഞിട്ട് വെൻ വി സ്റ്റാർട്ട് ദ എക്സാം നമ്മുടെ ഈ 50 മാർക്സിൻ്റെ ഈ ക്വസ്റ്റനിലേക്കായിരിക്കും വരുന്നുണ്ടാവുക. ആൻഡ് ഈ 50 മാർക്സിൻ്റെ ഈ ക്വസ്റ്റൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് നമ്മളിപ്പോൾ ചെയ്ത ആദംസ് ഗ്രൂപ്പിൻ്റെ ക്വസ്റ്റൻ തന്നെയാണ്. ആസ് യു ക്യാൻ സി, ഒരു വ്യത്യാസമില്ല. എന്താണോ നിങ്ങൾക്ക് അവിടെ തന്നിരുന്ന ക്വസ്റ്റൻ, ആ സെയിം ക്വസ്റ്റൻ തന്നെയാണ് ഇവിടെയും തന്നേക്കുന്നത്. ആൻഡ് ബിഫോർ സ്റ്റാർട്ടിംഗ് ദ സെഷൻ ലെറ്റ് മീ ടെൽ യു സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൻ്റെ അകത്ത് വരുന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. നിങ്ങൾ ഇത്രയും നാളും പേപ്പറിലാണ് എഴുതിക്കൊണ്ടിരുന്നത്. ഇവിടെ നിങ്ങൾ സിസ്റ്റത്തിൽ ടൈപ്പ് ചെയ്യണം. ദാറ്റ്സ് ഓൺലി ചേഞ്ച് ദാറ്റ് കം ഓവർ ദ പേപ്പർ AAA. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യമേ സെയിം ഇൻട്രൊഡക്ഷൻ തന്നെ തന്നു. ദെൻ നമ്മൾ കണ്ടിരുന്നു ഓരോരോ റിക്വയർമെന്റ്സും ഓരോരോ സിനാരിയോസും നമുക്ക് ഓരോരോ എക്സിബിറ്റ് ആയിട്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ എക്സിബിറ്റ്സ് എല്ലാം ഇവിടെ തന്നിരിക്കുന്നത് 1, 2, 3, 4. ഫസ്റ്റ് വൺ പാർട്ട്നേഴ്സ് ഇമെയിൽ. സോ നോക്കിയേ, ഇവിടെ ഒരു PDF ഫയൽ പോലെ തന്നെ പാർട്ട്നേഴ്സ് ഇമെയിൽ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യോ അല്ലെങ്കിൽ ചെറുതാക്കോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, പാർട്ട്നേഴ്സ് ഇമെയിൽ തന്നിട്ടുണ്ട്. സോ യു ക്യാൻ ലുക്ക് അറ്റ് ദ പാർട്ട്നേഴ്സ് ഇമെയിൽ നൗ. സോ ഈ പാർട്ട്നേഴ്സ് ഇമെയിലിൻ്റെ അകത്തായിരിക്കും നമ്മുടെ റിക്വയർമെന്റ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ടാവുക. ദെൻ നെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് കമ്പനിയുടെ, അതായത് ആദംസ് ഗ്രൂപ്പിന്റെ. നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ തന്നിട്ടില്ലായിരുന്നോ? ആ സെയിം ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ തന്നെ വേറൊരു എക്സിബിറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ തന്നു. സോ അത് വായിക്കുക. ദെൻ നെക്സ്റ്റ് അതുപോലെ തന്നെ ഡ്രാഫ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് തന്നു. നമുക്ക് നേരത്തെ തന്നിട്ടുണ്ടായിരുന്നല്ലോ ഡ്രാഫ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു. ആ സെയിം as ദാറ്റ് ഇവിടെ നമുക്കൊരു എക്സൽ ഷീറ്റ് ആയിട്ട് തന്നിട്ടുണ്ടെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സ്പ്രെഡ് ഷീറ്റ് ആയിട്ട് തന്നു. ദെൻ നെക്സ്റ്റ് വന്നു കഴിയുമ്പോഴത്തേനും വി ഹാവ് ഓൾസോ റിസീവ് മീറ്റിംഗ് നോട്ട്സ്. കമ്പനിയുടെ മീറ്റിംഗ് നോട്ട്സ് നമുക്ക് കിട്ടി. ഓക്കെ, മീറ്റിംഗ് നോട്ട്സ് ഇവിടെ തന്നിട്ടുണ്ടായിരുന്ന സെയിം കാര്യം തന്നെ, ആ മീറ്റിംഗ് നോട്ട്സും അതുപോലെ തന്നെ തന്നു. സോ ഇത്രയാണ് നമ്മുടെ ഇതിൻ്റെ അകത്ത് വരുന്ന മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് എന്തായിട്ട് തന്നു? പേപ്പറായിട്ട് തരും ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് സിസ്റ്റത്തിൽ തന്നെ ക്വസ്റ്റ്യൻ തരും. ആൻഡ് നമ്മൾ അവിടെ റിക്വയർമെന്റ് കണ്ടതാണ്. അതുപോലെ തന്നെ റിക്വയർമെന്റ് മാത്രം സെപ്പറേറ്റ്ലി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സോ 50 മാർക്സിന്റെ ക്വസ്റ്റനായിട്ട് റിക്വയർമെന്റ് തന്നിട്ടുണ്ട്. ഇത്രയാണ് ക്വസ്റ്റനിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത്. ദെൻ വെൻ ഇറ്റ് കംസ് ടു ദ യൂസർ ഇന്റർഫേസ്, ഇവിടെയുള്ള കുറച്ച് സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞ ഇതാണ്. ബേസിക്കലി നമ്മൾ ആൻസർ എഴുതുന്നതിന് മുമ്പ് തന്നെ ക്വസ്റ്റനകത്ത് മാർക്ക് ചെയ്യാറുണ്ടായിരുന്നു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. സെയിം as ദാറ്റ് നിങ്ങൾ ആദ്യം ഇവിടെ സെലക്ട് ചെയ്യുക. നോർമലി നിങ്ങൾ മൗസ് പോയിന്റർ വെച്ച് സെലക്ട് ചെയ്യാറുള്ള പോലെ തന്നെ സെലക്ട് ചെയ്തിട്ട് യു ക്യാൻ ടേക്ക് ദ ഹൈലൈറ്റ് ടൂൾ. സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഹൈലൈറ്റ് ഓപ്ഷൻ എടുക്കുക. ഹൈലൈറ്റ് ഓപ്ഷൻ എടുത്ത് ഏത് കളറാണ് ഹൈലൈറ്റ് ചെയ്യാനുള്ള ആ കളറിൽ ഹൈലൈറ്റ് ചെയ്യുക. സോ ഇതിപ്പോൾ ഇത്രയും സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്തു. ഇത്രയും സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നില്ല. അങ്ങനെയാണ് എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ സ്ട്രൈക്ക് ത്രൂ ദാറ്റ് സ്റ്റേറ്റ്മെന്റ്. അത് നിങ്ങൾക്ക് വെട്ടിക്കളയാം. ആസ് നോർമലി നമ്മൾ കട്ട് ഓഫ് ചെയ്യാറുള്ള പോലെ തന്നെ. ആൻഡ് ഇൻ കേസ് അങ്ങനെ നിങ്ങൾക്ക് ഇത് വീണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഒന്നും കൂടെ അതിൽ തന്നെ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓൾറെഡി സ്ട്രൈക്ക് ഓഫ് ചെയ്തിരുന്ന ഏരിയാസ് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ദെൻ വേറൊരു ടൂൾ എന്ന് പറയുന്നത് വി ഹാവ് ഗോട്ട് കാൽക്കുലേറ്റേഴ്സ് ഹിയർ. ഓൺ സ്ക്രീൻ കാൽക്കുലേറ്റേഴ്സ് ഉണ്ട്, സ്റ്റാൻഡേർഡ് കാൽക്കുലേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? സയന്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ആക്ച്വലി നമുക്ക് കാൽക്കുലേറ്റേഴ്സിന്റെ ആവശ്യമില്ല ലെറ്ററിൽ പറയുന്നത്, ബിക്കോസ് വി ഹാവ് ഗോട്ട് സ്പ്രെഡ്ഷീറ്റ്. അപ്പോൾ സ്പ്രെഡ്ഷീറ്റിനകത്ത് തന്നെ കാൽക്കുലേഷൻസ് നടത്തിയാൽ മതി. ദെൻ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഹാവ് ഗോട്ട് സ്ക്രാച്ച് പാഡ് ഹിയർ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ സ്ക്രാച്ച് പാഡിൽ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലും ടൈപ്പ് ചെയ്യാം. സ്ക്രാച്ച് പാഡ് എപ്പോൾ വേണമെങ്കിലും ക്ലോസ് ചെയ്യാം. ഈ ഇൻഫർമേഷൻ എല്ലാം എപ്പോഴും സ്ക്രാച്ച് കാർഡ് ഉണ്ടാവും. സ്ക്രാച്ച് കാർഡിൻ്റെ അകത്ത് നിന്ന് മാത്രം നിങ്ങൾക്ക് കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ ആൻസേഴ്സിൻ്റെ അകത്ത് നിന്ന് പേസ്റ്റ് ചെയ്യാം. ബട്ട് നിങ്ങൾക്ക് ക്വസ്റ്റൻ്റെ അകത്ത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സ്ക്രാച്ച് പാഡിൻ്റെ അകത്ത് നിന്ന് പേസ്റ്റ് ചെയ്യാം. ബട്ട് ഈ സ്ക്രാച്ച് പാഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ വർക്കിംഗ് പേപ്പർ. അതായത് നമ്മൾ ബേസിക്കലി എക്സാമിന് വൈറ്റ് പേപ്പറിൽ എഴുതാറുണ്ടല്ലോ, ബട്ട് അവരത് കളക്ട് ചെയ്തിട്ട് അവർ എക്സാമിനർക്ക് സബ്മിറ്റ് ചെയ്യാറില്ല. സെയിം as ദാറ്റ് ഇവിടെ നിങ്ങൾ സ്ക്രാച്ച് കാർഡിൻ്റെ അകത്ത് എന്തൊക്കെ സ്ക്രാച്ച് പാഡിൻ്റെ അകത്ത് നിങ്ങൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ദാറ്റ് വിൽ നോട്ട് ബി ടേക്കൺ ടു ദ എക്സാമിന്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടത്തില്ല. റെസ്പോൺസ് എഴുതാനുള്ള ഏരിയ തന്നെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, സോ ഇത്രയാണ് മേലുള്ള ടൂൾസ്. ദെൻ ഇപ്പോൾ സപ്പോസ് ഈ ഒരു ഏരിയ നിങ്ങൾക്ക് വീണ്ടും വായിക്കണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ഇവിടെ പ്രസ് ചെയ്താൽ മതി. സോ ഫ്ലാഗ് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനിൽ കിടക്കും. കാരണം ഇവിടെ നാവിഗേറ്റർ എന്ന് പറയുന്ന ടൂൾ ഉണ്ട്. ഈ നാവിഗേറ്റർ ടൂളിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഏതൊക്കെ ക്വസ്റ്റൻ ആണ് അറ്റംപ്റ്റ് ചെയ്യാനുള്ളത്, അതുപോലെ തന്നെ ഏതൊക്കെ ക്വസ്റ്റൻ ആണ് ഇതുവരെ ഓപ്പൺ ചെയ്യാത്തതെന്ന്. അപ്പം ഈ ഫ്ലാഗ് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞ് കിടക്കുമ്പോൾ എന്താണ്? ദാറ്റ് നമുക്ക് പിന്നെയും വന്ന് വായിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് നിങ്ങളെ തന്നെ നോട്ടിഫൈ ചെയ്യാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ് അത്. ഇവിടെ ബേസിക്കലി അൺസീൻ എന്നായിരിക്കും കിടക്കുന്നുണ്ടാവുക. ഞാനിപ്പോൾ ഓൾറെഡി ക്വസ്റ്റൻ പേപ്പർ ഒന്ന് ഓപ്പൺ ചെയ്തിരുന്നു, അതുകൊണ്ടാണ് അറ്റംപ്റ്റഡ് എന്ന് കാണിച്ചേക്കുന്നത്. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ അതുപോലെ തന്നെ ഇവിടുന്ന് ഫ്ലാഗ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിക്കോളും? നാവിഗേറ്ററിൻ്റെ അകത്തുനിന്നും ഫ്ലാഗ് റിമൂവ് ആയിക്കോളും. ഓക്കെ, ദെൻ ഈ ക്ലോസ് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പം എത്ര എക്സിബിറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഒരുമിച്ച് ഓപ്പൺ ചെയ്തിടാൻ പറ്റും. ഈ എക്സിബിറ്റ് എല്ലാം കൂടെ ക്ലോസ് ചെയ്യണം, എന്ത് ചെയ്താൽ മതി? ക്ലോസ് ഓൾ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത്.
ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് നിങ്ങൾ ആൻസേഴ്സ് എങ്ങനെ എഴുതണം എന്നുള്ളതാണ്. ആൻസേഴ്സ് എഴുതാനായിട്ട് ബ്രീഫിംഗ് നോട്ട്സ് എഴുതാനായിട്ട് നിങ്ങൾ ഇവിടെ ആയിരിക്കും നിങ്ങളുടെ ബ്രീഫിംഗ് നോട്ട്സ് എഴുതുന്നുണ്ടാവുക. സോ നിങ്ങൾ ബേസിക്കലി ആൻസർ എന്താണ് പേപ്പറിൽ എഴുതാറുള്ളത്, പേപ്പറിൽ എഴുതുന്ന പോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് പോവുക. ദർ ഇസ് നോ ഡിഫറൻസ് അറ്റ് ഓൾ. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു റിസ്ക് കണ്ടുപിടിച്ചു. അപ്പം സേ ഫോർ എക്സാമ്പിൾ ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്ന ഹെഡ് തന്നെ നിങ്ങൾ എഴുതി. ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്ന ഹെഡ് എഴുതിയിട്ട് ആസ് യൂഷ്വൽ നിങ്ങൾക്ക് ബോൾഡ് ആക്കണമെന്ന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ബോൾഡ് ആക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇറ്റാലിക്സ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റാലിക്സ് ആക്കാം. ദെൻ നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്യാം. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് അൺനെസസറിലി സ്ട്രൈക്ക് ഓഫ് ചെയ്ത് കളഞ്ഞ പോലെ കാണിക്കണം, അങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ട്രൈക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ സ്ട്രൈക്ക് ഓഫ് ചെയ്തു. ഇപ്പം ഈ രണ്ട് ടൂൾസ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും, ബേസിക്കലി ടു അൺഡു സംതിങ് ആൻഡ് ടു റീഡു സംതിങ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആൻസറിൻ്റെ അകത്തുള്ള എന്ത് കാര്യം വേണമെങ്കിലും ജസ്റ്റ് കട്ട് ചെയ്തിട്ട് വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പേസ്റ്റ് ചെയ്യാം. ആൻഡ് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈ ആൻസറിൻ്റെ അകത്തുള്ള കാര്യം ഒന്ന് എഴുതിയ കാര്യം തന്നെ വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ കോപ്പി ചെയ്തിട്ട് അതുപോലെ തന്നെ എന്ത് ചെയ്യാം, യൂഷ്വലി ചെയ്യാറുള്ളത് തന്നെ പേസ്റ്റ് ചെയ്യാം. ഒരേ ഒരു കാര്യം മാത്രം ചെയ്യരുത്, ദിസ് ഫസ്റ്റ് വൺ. ഈ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ ഓൾ ആണ്. അതായത് നിങ്ങൾ ഇത്രയും നേരം എന്തൊക്കെ കാര്യങ്ങളാണ് എക്സാമിൻ്റെ അകത്ത് എഴുതിയത്, ആ എക്സാമിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയി പോകും. ദെൻ വി കനോട്ട് റീഡു അൺഡു ദാറ്റ്. ഓക്കെ, സോ ഇതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിൻ്റെ അകത്ത് എഴുതിയ എല്ലാ കാര്യങ്ങളും കൂടെ ഒരുമിച്ച് ക്ലിയർ ആയി പോകും. ഓക്കെ, അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഫസ്റ്റ് വണ്ണിലേക്ക് പോകരുത്. സോ ഇത്രയാണ് ബേസിക്കലി മേലെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇത് സബ്സ്ക്രിപ്റ്റും സൂപ്പർസ്ക്രിപ്റ്റും ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ടൂൾസ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ദെൻ ഇവിടെ നമുക്ക് ഇൻ കേസ് അങ്ങനെ നമ്മുടെ എക്സാമിനകത്ത് എന്തെങ്കിലും എഴുതിയ കാര്യം ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബേസിക്കലി നമുക്കറിയാം 50 മാർക്സ് ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ വലിയ ക്വസ്റ്റൻസ് ആയിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും ഒരു ടേം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ഔട്ട്, ഫൈൻഡ് പ്രസ് ചെയ്ത് ഫൈൻഡ് ചെയ്യാം. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾ അലൻ എന്നുള്ള നെയിം ടൈപ്പ് ചെയ്തു. ദെൻ search for Alan. Okay, and you need to replace it with AR. AR എന്ന് പറഞ്ഞ് റീപ്ലേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, റീപ്ലേസ് കൊടുത്താൽ മതി. ഓക്കെ, റീപ്ലേസ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഓക്കെ റീപ്ലേസ് കൊടുത്തു കഴിയുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി അവിടെ എന്താവും, അലൻ എന്നുള്ള നെയിം മാറി AR എന്നാവും. സോ ദിസ് ഈസ് ഓൾ ദ ഫംഗ്ഷൻ ദാറ്റ് ആർ ഓവർ ഹിയർ. അതുപോലെ തന്നെ ഇതെന്ത് വേണ്ടിയിട്ടായിരിക്കും, നിങ്ങൾക്ക് മിഡിലേക്ക് അലൈൻ ചെയ്യണമല്ലോ, ലെഫ്റ്റോ റൈറ്റോ അല്ലെങ്കിൽ എങ്ങനെ അലൈൻമെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബുള്ളറ്റ് പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ബുള്ളറ്റ് പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഇപ്പോൾ പാരഗ്രാഫ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് അഡീഷണലി ഹിയർ ഇൻ കേസ് ഇഫ് യു വാണ്ട് ടു ആഡ് എ ടേബിൾ, ഇപ്പോൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം എഴുതാൻ വേണ്ടി ടേബിൾ വേണമെന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾ വേർഡ് ഫയലിനകത്തൊക്കെ ടേബിൾ ഇൻക്ലൂഡ് ചെയ്യാറുള്ള പോലെ തന്നെ ടേബിൾസ് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ടേബിൾസ് ഇൻക്ലൂഡ് ചെയ്ത് പോകാം. ഈ ടേബിൾസ് ഓട്ടോമാറ്റിക്കലി എക്സ്പാൻഡ് ആയി പോകണം നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതനുസരിച്ച്. ഇങ്ങനെയാണ് ബ്രീഫിംഗ് നോട്ട് വരിക. സോ യാതൊരു വ്യത്യാസമില്ല, യൂഷ്വലി ഒരു വേർഡ് ഫയൽ എങ്ങനെയാണ് യൂസ് ചെയ്യാറ് അതുപോലെ തന്നെ. ദെൻ നമുക്കറിയാം അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സിൻ്റെ അകത്തുള്ള റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു അഡീഷണൽ വർക്കിംഗ് ആണ് അല്ലേ. അപ്പോൾ ഈ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സിൻ്റെ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ സ്പ്രെഡ്ഷീറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ സ്പ്രെഡ്ഷീറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യണം നമുക്കറിയാം, നമുക്ക് ഇവിടെ എന്ത് വേണം, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വേണം. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കൂടെ എടുത്തിട്ട് ഇവിടെ ഇടുക. എന്നിട്ട് എന്ത് ചെയ്യണം, റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുക. ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്യുക, അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ബേസിക്കലി ഹെഡിങ് കൊടുക്കാറുള്ളത് തന്നെ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുക്കുക. ദെൻ ഹെഡിങ് കൊടുത്തതിന് ശേഷം നമുക്കറിയാം നമ്മൾ ബേസിക്കലി 2015 ആൻഡ് 2014 അതായത് കറണ്ട് ഇയർ ആൻഡ് പ്രീവിയസ് ഇയറിന് വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ കറണ്ട് ഇയറിലേത് നമുക്ക് ഏതൊരു റേഷ്യോ, സേ ഫോർ എക്സാമ്പിൾ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് വേണ്ടത്. സോ നമുക്ക് ആസ് യൂഷ്വൽ ചെയ്യാറുള്ള പോലെ ഇവിടെ എക്സ്പാൻഡ് ചെയ്തിട്ടോ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. കറണ്ട് ഇയറിലെ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ് കമ്പനിയുടെ. സോ കറണ്ട് ഇയറിലെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 2,62,000 റൈറ്റ്. സോ ഈക്വൽ ടു 2,62,000 ടൈപ്പ് ചെയ്യുക. ദെൻ ഡിവൈഡഡ് ബൈ 7,25,000 ടൈപ്പ് ചെയ്യുക. ഓക്കെ, സോ ആൻഡ് ഇവിടെ നമുക്ക് പെർസെൻറ്റേജ് ബേസിസിൽ എടുക്കാമല്ലോ. സോ ഇവിടെ പെർസെൻറ്റേജ് പ്രസ് ചെയ്യുക, വി വിൽ റൗണ്ട് ഇറ്റ് ഓഫ്. സോ 36.14 ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ കാൽക്കുലേറ്റ് ചെയ്തു. മനസ്സിലായോ? അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിലും കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ എന്തൊക്കെ റേഷ്യോസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാറ് നമുക്കറിയാം. ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും, ഇൻവെന്ററി ഡേയ്സ്, റിസീവൽസ് ഡേയ്സ്, കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, ഇൻട്രസ്റ്റ് കവർ റേഷ്യോ, ഇഫക്റ്റീവ് ടാക്സ് റേറ്റ്, ഇതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ എന്തൊക്കെ റേഷ്യോസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് അങ്ങനത്തെ എല്ലാ റേഷ്യോസും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇത്രയായിരിക്കും നമ്മുടെ 50 മാർക്സ് ക്വസ്റ്റൻ്റെ അകത്ത് വരുന്നുണ്ടാവുക. ദർ ഇസ് നോ അതർ ചേഞ്ച് അതർ ദാൻ ദിസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലെറ്റ്സ് മൂവ് ഓൺ ടു ദ പാർട്ട് ബി. പാർട്ട് ബിയിലേക്ക് വന്നു കഴിയുമ്പോഴും വേറെ യാതൊരു വ്യത്യാസവും ഇല്ല. പാർട്ട് ബി ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് നേരത്തെ ക്വസ്റ്റൻ കണ്ട പോലെ തന്നെ, അതായത് പാർട്ട് ബിയുടെ കേസ് നമ്മൾ കണ്ടതായിരുന്നു. ആദ്യം ഒരു കോമൺ സിനാരിയോ ഉണ്ടായിരുന്നു അല്ലേ. സോ ദർ വാസ് എ കോമൺ സിനാരിയോ ലൈക്ക് ദിസ്. അപ്പോൾ ഈ പാർട്ട് ബിക്കകത്ത് ഈ കോമൺ സിനാരിയോയുടെ ഇക്വലൻ്റ് ആയിട്ട് ഇവിടെ നമുക്കൊരു സിനാരിയോ തന്നിട്ടുണ്ട്. ദെൻ ഒരു റിക്വയർമെന്റ് തന്നു, എന്തൊക്കെയാണ് ക്വാളിറ്റി കൺട്രോൾ ആൻഡ് പ്രൊഫഷണൽ ഇഷ്യൂസ് എ ക്വസ്റ്റൻ ആയിട്ട് നമ്മൾ കണ്ടത്. ദെൻ രണ്ടാമതായിട്ട് 50 മാർക്സിൻ്റെ ക്വസ്റ്റൻ ആയിട്ട് തരുവാണ്, എന്തൊക്കെയാണ് വേറുള്ള അതർ ഇഷ്യൂസ്, അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ള ചോദിച്ചു. അത് നമുക്ക് തന്നു.
അപ്പോൾ 2 റിക്വയർമെൻറ്റ് തന്നു. ഈ 2 റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള സിനാരിയോസ് എക്സിബിറ്റ് 1 എക്സിബിറ്റ് 2 ആണ് ഈ തന്നേക്കുന്നത്. ഫസ്റ്റ് നമ്മുടെ റിക്വയർമെൻറ്റ് എയ്ക്ക് വേണ്ടിയിട്ടുള്ളത്, ദെൻ സെക്കൻഡ് വൺ എന്താണ് അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഇവിടെയും നമുക്ക് തന്നേക്കുന്ന ടൈപ്പ് ചെയ്യാൻ തന്നേക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ നോർമൽ വേർഡ് പ്രോസസ്സർ. ഓക്കെ, നമുക്ക് കുറച്ച് മുമ്പ് തന്ന പോലെ തന്നെ, അതായത് ബ്രീഫിംഗ് നോട്ട് എഴുതാൻ തന്നിരുന്ന പോലെ തന്നെ ഒരു വേർഡ് ഫയൽ തന്നെയാണ് ഇവിടെ തന്നേക്കുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ആൻസേഴ്സ് എഴുതാം. ദെൻ ഇത്രയേ ഉള്ളൂ പാർട്ട് ബിക്കകത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പാർട്ട് ബിക്കകത്തെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് എങ്ങനെയാണ് വരുന്നത് നോക്കുക. ഇവിടെ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ നിങ്ങൾ എപ്പോഴും ഇവിടെ തന്നേക്കുന്ന ഡീറ്റെയിൽസ് ആദ്യമേ വായിച്ച് നോക്കണം. കാരണം ഈ ഡീറ്റെയിൽസിൻ്റെ അകത്തായിരിക്കും പറഞ്ഞേക്കുന്നത്. ഇവിടെ കണ്ടോ, റെസ്പോൺസ് ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയൽ തന്നിട്ടുണ്ട്, വോട്ടേഴ്സ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ഫയൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഡിസ്കഷൻ പാർട്ടിൻ്റെ അകത്ത് ഏത് റിക്വയർമെന്റ് ആണ് എഴുതേണ്ടത്, വോട്ടേഴ്സ് കമ്പനി എന്ന് പറയുന്ന ഫയലിനകത്ത് ഏത് റിക്വയർമെന്റ് ആണ് എഴുതേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യമേ നോക്കണം. അതെങ്ങനെ നോക്കാൻ പറ്റുക? ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും ഡിസ്കഷൻ ദ ഫോളോയിങ് എക്സിബിറ്റ് ആർ അവൈലബിൾ ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി സ്ക്രീൻ. ഇതെന്തിനു വേണ്ടിയിട്ടാണ് തന്നേക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. ഡിസ്കഷൻ the exhibit relate to A, which is a standalone question which should be answered in the discussion response area. പറഞ്ഞു മനസ്സിലായോ? ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡിസ്കഷൻ 1 എന്ന് പറഞ്ഞ് കിടക്കുന്നത് എന്താണ്, ഒരു സ്റ്റാൻഡലോൺ ക്വസ്റ്റൻ ആണ്. അത് സിംഗിൾ ക്വസ്റ്റൻ ആണ്, വേറെ സിനാരിയോ ഒന്നും അതിനെ ബേസ് ചെയ്തിട്ടില്ല. ഓക്കെ, സോ നോക്കിക്കേ, ഏതിൻ്റെയാണ്? കോഡ് ഓഫ് എത്തിക്സിന്റെ. ഓക്കെ, അതിന്റെ റിക്വയർമെന്റ് ആണ് ഈ തന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് വായിക്കണമെന്നുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ വായിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, ആദ്യമേ ഈ ഫയൽ എടുക്കുക, ഈ ഫയൽ വായിച്ച് നോക്കുക, അപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഇതിന്റെ റിക്വയർമെന്റ് വായിച്ച് നോക്കുക. എന്നിട്ട് നമ്മളോട് പറഞ്ഞേക്കാണ് ഈ ഡിസ്കഷൻ 1ന്റെ ആൻസർ നമ്മൾ എഴുതണം, ഡിസ്കഷൻ പാർട്ടിൻ്റെ അകത്ത് തന്നെ ആൻസർ എഴുതണം. അപ്പോൾ ഈ ഡിസ്കഷൻ എന്ന് പറയുന്ന ഈ വേർഡ് പ്രോസസർ ഫയൽ എന്തിനു വേണ്ടിയിട്ട് മാത്രമാണ്? ഫസ്റ്റ് 1ന്റെ ആൻസർ മാത്രം എഴുതാനായിട്ടാണ്. സെക്കൻഡ് 1ന്റെ ആൻസറും കൂടെ അതിൻ്റെ അകത്ത് കയറ്റി എഴുതരുത്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റനും തേർഡ് ക്വസ്റ്റനും ഇവിടെ പറഞ്ഞിട്ടുണ്ട് സെയിം സിനാരിയോനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. അതായത് ബാക്ക്ഗ്രൗണ്ടും ഫോർകാസ്റ്റഡ് P&L ബേസ് ചെയ്തിട്ടാണ് ഈ സെക്കൻഡും തേർഡും വൺ. അപ്പോൾ ഈ സെക്കൻഡും തേർഡിനും വേണ്ടിയിട്ടുള്ള കോമൺ റിക്വയർമെന്റ് ആണ് ബി എന്ന് പറഞ്ഞു തന്നേക്കുന്നത്. സോ നമുക്ക് 3 റിക്വയർമെന്റ് അതിന്റെ ബേസിസിൽ ഉണ്ടായിരുന്നു, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് ഈ 3 റിക്വയർമെന്റ്സിന് ആൻസർ ആയിട്ടാണ് നമ്മൾ ഈ വോട്ടേഴ്സ് കമ്പനി എന്ന് പറയുന്ന ഈ റെസ്പോൺസ് ഓപ്ഷനകത്ത് ആൻസർ ചെയ്തിട്ടുണ്ട്. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ എപ്പോഴും ഈ എക്സിബിറ്റ് വായിച്ച് നോക്കുക, കാരണം അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടാവും എങ്ങനെയാണ് നിങ്ങൾ ആൻസേഴ്സ് എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യം. അവിടെ തന്നെ വേണം ആൻസേഴ്സ് കൊടുക്കാൻ. Alright guys, so this is all about the CBE exam for the paper AAA Advanced Audit and Assurance. Okay, so I hope it's clear for you. So പ്രത്യേകിച്ച് അങ്ങനെ വറീഡ് ആവേണ്ടതായിട്ടൊന്നുമില്ല, കാരണം അവിടെ യാതൊരു മാറ്റങ്ങളും വരുന്നില്ല. നിങ്ങൾ ഇതിനു വേണ്ടി അഡീഷണലി പ്രിപ്പയർ ചെയ്യാനായിട്ടൊന്നുമില്ല. ഇഫ് യു ഹാവ് ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ടൈപ്പിംഗ് സ്പീഡ്, സുഖമായിട്ട് എക്സാം എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, ഹൗവർ ഇപ്പൊ ടൈപ്പിംഗ് സ്പീഡ് ഇല്ലാന്ന് വെച്ചു, അങ്ങനെയാണെങ്കിലും വറീഡ് ആവേണ്ട കാര്യമില്ല, കാരണം സ്പെസിഫിക് സ്കിൽസ് ഒന്നും നമുക്ക് എന്തില്ല, ഉണ്ടാക്കാനായിട്ടില്ല. നമുക്ക് വേണ്ടുന്ന ഒരേ ഒരു നോളജ് പറഞ്ഞാൽ എന്ത് മാത്രമാണ്? ടൈപ്പിംഗ് നോളജ് ആൻഡ് ബേസിക് കമ്പ്യൂട്ടർ നോളജ്. ഡെഫിനറ്റ്ലി എവ്രി വൺ ഓഫ് us ഹാവ് ദാറ്റ്. സോ പിന്നെ ഇതിനെക്കുറിച്ച് വറീഡ് ആവാനായിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒരു കാര്യം ചെയ്യുക, ഇൻ കേസ് എങ്ങാനും ഇനിയും പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ഐ വിൽ ഗീവ് യു എ സ്മോൾ ടിപ്പ്. ഇത്രയും നാളെ നമ്മൾ ക്വസ്റ്റൻസ് ക്ലാസ്സിൽ വെച്ചിട്ട് എല്ലാം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഹാർഡ് കോപ്പി ബുക്സ് വെച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. എപ്പോഴും ഏറ്റവും അഡ്വൈസബിൾ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർഡ് കോപ്പി ബുക്സ് യൂസ് ചെയ്യുന്നതിന് പകരം ഇനി തൊട്ട് നിങ്ങൾ PDF ഫയൽസ് യൂസ് ചെയ്യാം. ഓക്കെ, സോ PDF ഫയൽസ് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കും ഇതുമായിട്ട് അഡ്ജസ്റ്റഡ് ആവാൻ പറ്റും. അങ്ങനെ അഡ്ജസ്റ്റഡ് ആയിട്ട് നിങ്ങൾ ക്വസ്റ്റൻ വായിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്തിട്ട് ക്വസ്റ്റൻസ് വായിക്കുക ആൻഡ് ഈ സെയിം രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, മൈ ACCAയിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ACCA ഹോം പേജിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സ്റ്റുഡൻസിൻ്റെ അകത്ത് റിസോഴ്സസ് എടുക്കുക, എക്സാം റിസോഴ്സസ് എടുക്കുക. എക്സാം റിസോഴ്സസിൻ്റെ അകത്ത് ACCA ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റഡി സപ്പോർട്ട് റിസോഴ്സസ് എല്ലാം വരും. അതിൻ്റെ അകത്തുണ്ട് ACCA AAA അല്ലെങ്കിൽ ഏത് പേപ്പറുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള സ്റ്റഡി സപ്പോർട്ട് റിസോഴ്സസും. ആൻഡ് ആ റിസോഴ്സസിൻ്റെ അകത്തുനിന്ന് AAAയുടെ എക്സാമിനേഷൻ എടുക്കുക. അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ട്, സ്പെസിമെൻ പേപ്പേഴ്സ് ഉണ്ട്, പാസ്റ്റ് എക്സാം പേപ്പേഴ്സ് ഉണ്ട്. ഇത് കൂടാതെ കൺസ്ട്രക്റ്റീവ് റെസ്പോൺസ് വർക്ക് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ സെയിം സിനാരിയോസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഈ വേർഡ് പ്രൊസസ്സർ മാത്രം കിട്ടും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് പഠിക്കാം, നെറ്റും വേണ്ട. സോ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനിയും ആരെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നേരത്തെ തന്നെ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാക്കൽറ്റീസിനോട് ചോദിക്കുക, ഇൻക്ലൂഡിങ് മീ, നമ്മുടെ എല്ലാ ഫാക്കൽറ്റീസിനോടും ചോദിക്കുക. ആൻഡ് എന്തൊക്കെയാണ് ഡൗട്ട്സ് ഉള്ളത് അതെല്ലാം ക്ലാരിഫൈ ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ഇപ്പം നമുക്ക് ACCA പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. ഓൾറൈറ്റ് ഗൈസ്, താങ്ക് യു സോ മച്ച്. സോ ബെസ്റ്റ് ഓഫ് ലക്ക്.